പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 72ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസീരിയൽ നമ്മുടെ ദൈവനെ ശുശ്രൂഷയ്ക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ ജോർജ് വർഗീസ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ അമേരിക്കയിൽ ഫിലഡൽഫിയ എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. നാട്ടിൽ പ്രിയ ദേവദാസിന്റെ സ്വദേശം തിരുവല്ലയാണ്. എബനേസർ ചർച്ച് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഫിലഡൽഫിയയിലുള്ള സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. പ്രിയ ദേവദാസൻ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാത്രികളിൽ പല രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ഞാൻ ഫിലദൽഫിയയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കാനഡയിലേക്ക് വരേണ്ട എൻ്റെ ഒരു മകൻ്റെ അടുക്കലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. രാത്രിയിലും പകലിലും ഇന്ത്യയിൽ വ്യത്യസ്തമായ സമയമാണല്ലോ. പല ടൈം സോണിൽ പല ഡിവൈസസിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ചേർത്ത് അണച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ദൈവവചനം കേൾക്കുവാൻ ഈ സൂം എന്ന് പറയുന്ന ഈ പദ്ധതി ദൈവം ഉരുവാക്കിയതിനായി സ്തോത്രം. നിങ്ങളെ എനിക്ക് കാണണമെങ്കിലോ നിങ്ങളോട് പ്രസംഗിക്കണമെങ്കിലോ ഒരു സമയത്ത് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നിങ്ങളുടെ അടുക്കൽ വന്ന് സമയം ചെലവ് ചെയ്ത് അവിടെ യാത്ര ചെയ്യണമായിരുന്നു. ഒരു യാത്രയും ചെയ്യാതെ ഒരു പാസ്വേഡ് അടിച്ച് പ്രൈസ് ദി ലോർഡ് ഇതിനകത്തേക്ക് കയറുവാൻ തക്കവണ്ണം ഈ ടെക്നോളജി ഈ നൂറ്റാണ്ടിൽ നമുക്ക് തന്നത് ഏറ്റവും പ്രയോജനം മറ്റാർക്കുമല്ല, ദൈവമക്കൾക്കാണ്. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നവംബർ മാസം 15-ാം തീയതി ഫ്രൈഡേ രാത്രിയിൽ ഗോഡ് ഈസ് ലവ് പ്രെയർ മീറ്റിംഗിൻ്റെ 72ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിൽ പങ്കാളിയായി തീരുവാനും വചന ശുശ്രൂഷയ്ക്കായും ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നി സൗദിയിൽ നേഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. തൻ്റെ ഹസ്ബൻഡ് ബ്രദർ ഡെന്നീസ് കേരളത്തിലായിരിക്കുന്നു. ആ കുടുംബത്തോട് പ്രത്യേകമായി ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരോടും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കുടുംബമായി ഈ പ്രെയർ ലൈൻ കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിയും കുടുംബമാണ്. ഇന്ന് അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനശുശ്രൂഷ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുവാൻ പ്രിയപ്പെട്ട സഹോദരൻ ജോസ് പുമലയും കുടുംബത്തെയും ദൈവം ഒരുക്കി. പഴയതും പുതിയതുമായ ഗാനങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തൊട്ടുണർത്തുന്ന സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വന്ന ആ കുടുംബത്തിന് എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങൾ. കർത്താവ് ദൈവനാമ മഹത്വത്തിനായിട്ട് നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം. പാസ്റ്റർ രാജീവ് ജോസ് എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങൾ ഒന്നിച്ച് പല ലൈനിലും യോജിക്കുവാനും പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്റർ സന്തോഷ് പോൾ എന്ന് പറയുന്ന ദൈവദാസനെയും കാണുന്നു. മറ്റെല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥനാ സഹകാരികൾക്കും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനിടയായല്ലോ. ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നില്ല. തുടർന്ന് ദൈവവചനത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒന്നിച്ച് പരിചയപ്പെടാം. നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ദൈവസ്നേഹം, ആമേൻ, അത് ഒരു കുടുംബത്തിന്റെ അവകാശികളാക്കി നമ്മളെ തീർത്തു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിജയകരമായ പ്രാർത്ഥനയ്ക്ക് പിമ്പിലുള്ള രഹസ്യങ്ങൾ. വിജയകരമായ അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു പ്രാർത്ഥനയ്ക്ക് പിമ്പിലുള്ള രഹസ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദ സീക്രട്സ് ബിഹൈൻഡ് എ ബ്ലെസ്സഡ് എ വിക്ടോറിയസ് പ്രയർ. എല്ലാ പ്രാർത്ഥനയും വിജയകരമാകണമെന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വിജയകരമായി ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന നിലയിൽ ഒരു പ്രാർത്ഥന കഴിക്കണമെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന, അത് വേറെ ആരും പറഞ്ഞതല്ല, യേശു തമ്പുരാൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. പൗലോസ് മറ്റ് അപ്പോസ്തലന്മാരൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടെ ഗുരുവും നമ്മുടെ കർത്താവുമായ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയെക്കുറിച്ച്
യേശുക്രിസ്തുവിൽ കൂടെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കുന്ന രഹസ്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആണ്. മറ്റുള്ള സുവിശേഷകന്മാർ ഒക്കെ പറയാത്തതായ, ആരും ആവർത്തിച്ച് പറയാത്ത 3 കാര്യങ്ങൾ ലൂക്കോസ് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം 11-ാം അധ്യായത്തിലാണ് എന്ന് കാണാൻ കഴിയും. സ്വർഗസ്ഥ പ്രാർത്ഥന മറ്റ് ഭാഗങ്ങളിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ യേശു പറയുന്ന 3 സ്നേഹിതന്മാരുടെ ഉപമ മർക്കോസ് പറയുന്നില്ല, മത്തായി പറയുന്നില്ല, യോഹന്നാൻ പറയുന്നില്ല. അത് പ്രാർത്ഥനയെ ബലപ്പെടുത്തുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. രണ്ടാമതായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ 18-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു വിധവ ഒരു ഓഫീസിലേക്ക് ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്ത് കാര്യം സാധിച്ച് മടങ്ങി വരുന്നു. അതൊരു ഉപമയാണ് എന്ന് കാണാൻ കഴിയുന്നു. അത് മാത്രമല്ല, യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് 2 പേർ, ഒരു ഫാരിസി, ഒരു പരീശൻ, മറ്റേത് ഒരു ചുങ്കക്കാരൻ, അവർ 2 പേരും പ്രാർത്ഥനയ്ക്കായി പോയതിനെക്കുറിച്ച് ആ ചുങ്കക്കാരനോട് പരീശനുണ്ടായിരുന്ന മനസ്ഥിതി, ആ ഒരു ചേട്ടൻ മനസ്ഥിതിയോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഈ 3 കൂട്ടം കാര്യങ്ങളും ഇന്ന് കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യം പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് 7, 8, 9 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അവിടെ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവയ്ക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളവും കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഇത് ദൈവസനിൽ വയ്ക്കുന്നു. അവൻ അപ്പമെടുത്തു, വാഴ്ത്തി, നുറുക്കി അവർക്ക് കൊടുത്തു. തിന്നു തൃപ്തരായി 12 കൊട്ട നിറച്ചെടുത്ത പോലെ തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് ഒരു പാഴ്സൽ, ഒരു പകർച്ചയുടെ കൊണ്ടുപോകത്തക്കണം. നിന്റെ ജനങ്ങൾ ആത്മീയ സംതൃപ്തരായി ആത്മീയമായ അകത്തെ മനുഷ്യന് ഒരു നിറവ് കൊടുത്ത് മറ്റുള്ളവർക്കൂടെ ഒരു പകർച്ച കൊണ്ടുപോകാൻ ഈ ദൂതിൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ആമേൻ ചേർന്ന് പറയാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? യോഹന്നാൻ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണം. അതുകൊണ്ട് ആ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് അവർ പറയാൻ കാര്യം എന്താ? യേശു അവരോട് കൂടെയുണ്ട്. അവരിതുവരെ ആരോടും പ്രാർത്ഥിച്ചില്ല. നമ്മൾ എത്രയോ വർഷമായി യേശു ഉയർത്തുന്നേറ്റു, എത്ര പ്രാർത്ഥനകൾ കേട്ട് നമ്മൾ ഒത്തിരി എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥന ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവുകയാണ്. യേശു അവരോട് കൂടെ ഉള്ളപ്പോൾ തന്നെ യോഹന്നാൻ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് ഒരു മോഡൽ പ്രയർ, ഒരു മാതൃകാ പ്രാർത്ഥന, ഒരു പ്രാർത്ഥനയുടെ ഫോർമാറ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ പ്രാർത്ഥനയ്ക്ക് ഉപോത്ബലകമായിരിക്കുന്ന, അതിനെ തൊട്ടുണർത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു ഉപമയുടെ ചേർത്ത് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്, വിജയകരമായ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കിട്ടേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഉപമയിൽ കൂടെ അവരെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന എല്ലാ മതക്കാർക്കും ഉണ്ട്. സകല മതക്കാർക്കും. യഹൂദന്മാർ 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് 55-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അപ്പോൾ
യഹൂദന്മാരുടെ ഇടയിൽ ഇന്നെന്നല്ല, അബ്രഹാമിന്റെ കാലശേഷം ന്യായപ്രമാണം കൊടുത്ത സമയം മുതൽ ഇന്ന് വരെയും അവരുടെ റൊട്ടൈൻ, ഒരു ചിട്ടയാണ് 3 നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവരുടെ ഒരു ചിട്ടയാണ്. ആ 3 നേരം ഏതാണെന്ന് ലൂക്കോസ് തന്നെ പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. വേറെ ആരും അത് പറയുന്നില്ല. ആ 3 സമയങ്ങളെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന്, 3-ാം മണി. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ പകൽ 3 മണി നേരമേ ആയിട്ടുള്ളല്ലോ. മാളിക മുറിയിലെ ആത്മപകർച്ച വന്നപ്പോൾ എല്ലാവരും അന്യഭാഷകൾ കൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയ സമയം ഏതായിരുന്നു? 3-ാം മണിയായിരുന്നു. എന്ന് പറഞ്ഞാൽ 3-ാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രാം മണി? നമ്മൾക്ക് നേരം വെളുക്കുന്നത് 6 o'clock ആണ്, 6 മണിയാണ്. പക്ഷേ യഹൂദൻ നേരം വെളുക്കുന്ന സമയത്തെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കണക്കാക്കിയിരിക്കുന്നത് 1-ാം മണിയായിട്ടാണ്. നമ്മുടെ 6 o'clock, 6 മണി എന്ന് പറയുന്നത് യഹൂദന്റെ 1-ാം മണി. അങ്ങനെയെങ്കിൽ ഇവിടെ പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം എത്രയായി കണക്കാക്കാൻ ഒരു പ്രയാസവുമില്ല. അതിനോടുകൂടെ എത്രയോടെ കൂട്ടിയാൽ മതി? 6 കൂട്ടിയാൽ മതി. 9 AM. പ്രഭാതത്തിൽ 9 AM-നാണ് മാളികമുറിയിലെ പത്രോസിന്റെ പ്രസംഗത്തിന് ശേഷം അവിടെ ഉണ്ടായ ആത്മപകർച്ചയിൽ യോഹന്നാൻ മർക്കോസിന് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയം രാവിലെ 9 മണി. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒന്നും പ്രഭാതത്തിൽ മദ്യപാനത്തിനായി ആരും പോകുകയില്ലായിരുന്നു. റോമാലയത്തിൽ പൗലോസ് പറഞ്ഞു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. തലയിൽ മുണ്ടിട്ട് ആരും കാണാതെയായിരുന്നു അന്നത്തെ മദ്യപാനമെങ്കിൽ ഇന്ന് എല്ലാവരും കാണുക റോഡിൽ കൂടെ വീതി പോരാതെ നടന്നുപോയി അവർ മദ്യപിച്ചെന്ന് അറിയിക്കുന്ന രീതിയിൽ ആയിത്തീർന്നിരിക്കുന്നു. പകൽ മദ്യപിക്കുന്നവർ അന്ന് ഇല്ലായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ രാവിലെ 9 മണി. ദിവസം ഏതായിരുന്നു? ശബത്തിന്റെ പിറ്റേന്നാൾ. 7 ശബത്തുകൾ അവരെണ്ണി കൊയ്ത്തു പെരുന്നാൾ എന്ന് പറയുന്ന ആ പെരുന്നാളിന് ശേഷം 7 ശബത്തുകൾ എണ്ണി 7-ാമത്തെ ശബത്തിന്റെ പിറ്റേ ദിവസം. ശബത്ത് ശനിയാഴ്ചയാണ്. ശബത്തിന്റെ ഒരു ദിവസം ഏതാ? ഞായറാഴ്ചയാണ്. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ മാളികമുറിയിൽ വന്നത് എന്നായിരുന്നു? ഒരു ഞായറാഴ്ച. സമയം എപ്പോഴായിരുന്നു? രാവിലെ 9 മണി. സ്ഥലം ആരായിരുന്നു? യോഹന്നാൻ മർക്കോസിന്റെ മുകളിലത്തെ മുറി. അവിടുന്ന് പറഞ്ഞു വരിക. അപ്പോൾ അവിടെ പറയുന്നുണ്ട് 3-ാം മണി. അവർക്കൊരു പ്രാർത്ഥനയുടെ സമയം ആണത്. ആ 3-ാം മണി നേരം അവിടെ ഒരു പ്രാർത്ഥനയുടെ സമയം. പിന്നത്തെ പ്രാർത്ഥനയുടെ സമയം 6-ാം മണി. അപ്പോസ്തലർ 10-ലുണ്ട്, പത്രോസ് 6-ാം മണി നേരത്തെ വെണ്മാടത്തിൽ പ്രാർത്ഥനയ്ക്ക് കയറി. ഒരു പ്രാർത്ഥനാ മുറിയിൽ താൻ പ്രാർത്ഥനയ്ക്ക് കയറി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 10-ാം മണി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് 6-ാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 6 + 6 12 മണി. പത്രോസ് പ്രാർത്ഥിച്ചത് 2-ാമത്തെ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന 9 മണി. ഉച്ചയ്ക്കത്തെ പ്രാർത്ഥന എത്ര മണി? 12 മണി. വൈകുന്നേരത്തെ പ്രാർത്ഥന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 9-ാം മണി. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലർ 13-ാം അധ്യായത്തിൽ 9-ാം മണി നേരത്താണ് ജന്മന മുടമ്പനായ മനുഷ്യനെ അടുക്കൽ അവനെ സന്ധിക്കുവാൻ യോഹന്നാനും പത്രോസും കൂടെ അവിടെ ചെല്ലുന്നത് എന്ന് കാണാൻ കഴിയും. 9-ാം മണി എന്ന് പറഞ്ഞാൽ 9 + 6. നമ്മളത് കാണുമ്പോൾ അത് ഉച്ച കഴിഞ്ഞ് 3 മണി. അപ്പോൾ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് 3 സമയങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം എത്ര സമയമുണ്ട്? 5 നേരമുണ്ട്. 3 നേരം അവർ പ്രാർത്ഥിക്കുന്നു. ആ മുസ്ലിങ്ങൾ 5 നേരം പ്രാർത്ഥിക്കുന്നു. മറ്റു മതക്കാർക്ക് വിശേഷ ദിവസങ്ങളിൽ ഒക്കെ പ്രത്യേക പ്രാർത്ഥന കഴിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥനാ സമയം ഏതാ? നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇടവിടാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ. സ്ഥലമോ സമയമോ കാലമോ നമുക്ക് പറഞ്ഞിട്ടില്ല. ഒരു ദൈവത്തിന്റെ പൈതൽ എപ്പോൾ അവസരം കിട്ടിയാലും ആമേൻ അവിടെ എല്ലാം പ്രാർത്ഥനാ നിരതരായിരിക്കണം. ശ്വാസം എടുത്തുവിടുന്നത് പോലെ പ്രേ വിത്തൗട്ട് സീസിങ്. നമ്മുടെ ശരീരത്തിൽ നിർത്താതെ ചെയ്യുന്ന നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് ഉറക്കത്തിലും എല്ലായ്പ്പോഴും. അതാണ് ശ്വാസോച്ഛ്വാസം. എന്താണ്? അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ അവിടെ സമയമില്ലെങ്കിലും ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രേ വിത്തൗട്ട് സീസിങ്.
ജീവിതത്തിൽ ആത്മീയ മനുഷ്യന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. പ്രയർ ഈസ് ദി എയർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പ്രാണവായു ഇല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ചത്തുപോകും. ഇതുപോലെ നമ്മുടെ ഇന്നർമാൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ പ്രാർത്ഥന എന്ന പ്രാണവായു എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് കാണുവാൻ കഴിയും. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് എപ്പോഴും പ്രാർത്ഥനയ്ക്കായി നമുക്ക് കടന്നു വരുവാൻ കഴിയും എന്ന് കാണുവാൻ കഴിയും. ഇനിയും യേശു പ്രാർത്ഥന പഠിപ്പിച്ചല്ലോ. നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ പ്രാർത്ഥന യേശു പഠിപ്പിച്ചത് അത് അതുപോലെ കാണാതെ പഠിച്ച് റിസൈറ്റ് ചെയ്യുവാൻ ഉരുവിടുവാൻ വേണ്ടി അല്ല. ഉരുവിടുവാൻ വേണ്ടിയല്ല. അതെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ഒരു മാതൃക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് 6-ന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കുമോ? 6-ന്റെ 9, മത്തായി 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം എന്തു പറയുന്നു? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, അത്രയും മതിയാവും. ഓക്കെ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, പ്രേ ഇൻ ദിസ് മാനർ, ഇൻ ദിസ് വേ എന്ന് പറഞ്ഞാൽ ഇത് പ്രാർത്ഥിപ്പീൻ എന്നല്ല, ഇത് ചൊല്ലി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. ഈ രീതിയിലാണ് പ്രാർത്ഥന. ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ശരീരം, ഒരു ബോഡി ഉണ്ട്, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇതാണ് കർത്താവ് അവരെ പഠിപ്പിച്ചതായ കാര്യം. പെട്ടെന്ന് അതുകൂടെ പറഞ്ഞാൽ നിർത്താം. അപ്പോൾ എന്തുകൊണ്ട് അത് ഉരുവിടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ്. ഈ രീതിയിലാണ്. അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല, ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കേണ്ട രീതി അവരെ പഠിപ്പിക്കുകയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പ്രാർത്ഥനയുടെ ഫോർമാറ്റാണ്, പ്രാർത്ഥനയുടെ മാതൃകയാണ്, പ്രാർത്ഥനയുടെ മോഡലാണ്. ആ മോഡലിൻ്റെ അകത്ത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആ ദൈവമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ദൈവമായിട്ടുള്ള നിലയിൽ ഒരു അഭേദ്യമായ ബന്ധം ഈ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കണം. എങ്കിലേ മറുപടിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ നിങ്ങൾക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു പാപിയാ എന്നോട് കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കേൾക്കത്തില്ലേ? അത് കേൾക്കും. ദൈവത്തോട് അടുത്ത് വരാൻ വേണ്ടി പാപിയായ വ്യക്തി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, വിളിച്ചപേക്ഷിക്കുന്ന ആ പ്രാർത്ഥന കേട്ട് അവനെ ദൈവകൃപയിലേക്ക് നയിക്കും. എന്നാൽ എന്നും പാപത്തിൽ തുടർന്നുകൊണ്ടും പ്രാർത്ഥന തുടർന്നുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്നേ ഉള്ളൂ. അതാണ് നമുക്ക് ലോകത്തിൽ പലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥനകളും പഠിച്ചതായിരിക്കുന്ന അത് പ്രാർത്ഥനാ ക്രമങ്ങളും പുസ്തകത്തിൽ എഴുതിയതും വായിച്ച് ഒരു ആരാധനയിൽ സംബന്ധിച്ച് മടങ്ങി വരുന്നവരുടെ മുഖത്ത് എന്തെങ്കിലും വിടുതലുണ്ടോ, എന്തെങ്കിലും സന്തോഷമുണ്ടോ? എന്നാൽ ഭാരത്തോടും ദുഃഖത്തോടും പലതരത്തെ പ്രശ്നത്തോടും കൂടെ ഒരു ആരാധനയിലേക്കും ഒരു പ്രാർത്ഥനയിലേക്കും ചെന്ന് മുട്ടുമടക്കി ഹൃദയം തുറന്ന് ദൈവത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ അപ്പ എന്ന് വിളിച്ച് അപ്പനും മക്കളും എന്നുള്ള ആ വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത്, അതുകൊണ്ട് നമ്മൾ അപ്പനും മകനും എന്നുള്ള ആ ബന്ധം ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്നുള്ളത്. 2, ഒരു ബഹുമാനം, നന്ദി, ബഹുമാനം ദൈവത്തിന് കൊടുക്കണം. 2-ാമത്തെ പോയിന്റ്. 3-ാമത്തെ പോയിന്റ്, നമ്മുടെ ആവശ്യം പറയുക. 3-ാമത് നമ്മുടെ ആവശ്യം പറയുക. അത് 4-ാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നത്, നമ്മൾ മറ്റുള്ള ആളുകളോട് ക്ഷമിക്കേണ്ടുന്ന എല്ലാത്തിനും ക്ഷമിക്കുക, ദൈവത്തോടും മനുഷ്യരോടും ക്ഷമായാചന നടത്തുക എന്നുള്ളതാണ്. അവസാനത്തെ കാര്യം, സാത്താനോട് എതിർത്ത് നിൽക്കാനുള്ള ദൈവകൃപ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ആ റിലേഷൻഷിപ്പ് പുതുക്കുക, ആ ബന്ധം പുതുക്കുക. അപ്പൻ മകൻ, ദൈവവും നമ്മളും തമ്മിൽ ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇല്ല, ഒരു വിശുദ്ധനില്ല. മരിച്ചവരായ ആളുകൾ നമുക്ക് വേണ്ടിയോ യേശുവിൻ്റെ അമ്മയോ ആരും അവിടെ പോയിരുന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഒരു ശുപാർശയുമില്ല. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെയാണ് പിതാവിനോട് നമ്മൾ യാചിക്കുന്നത്. ആ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം
ഒരിക്കലും മറക്കരുത്. ഞാൻ ഇനി ഈ ഭാഗത്തേക്ക് വരികയാണ്. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ, അവിടെ ഉപമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വിപ്ലവകരമായ ഫലവത്തായ പ്രാർത്ഥനയ്ക്ക് യേശു നമുക്ക് തന്നിരിക്കുന്ന ഒരു താക്കോലാണത്. ആ താക്കോലിൻ്റെ അകത്ത് 3 പദങ്ങളാണ്. സ്വർഗത്തിന്റെ കിളിവാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നതിനുള്ള ചാവി, ബഞ്ച്. ആ ചാവിയുടെ താക്കോലിന്റെ കൂട്ടം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നു. എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയില്ല. ആ താക്കോല് കൊണ്ട് വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യണം? അവകാശപ്പെടുത്തി. ആ താക്കോല് കൊണ്ട് അനുഗ്രഹത്തിന്റെ പൂട്ടുകൾ കർത്താവ് പറഞ്ഞതായ താക്കോൽ കൊണ്ട് തുറക്കണം. ഈ വാതിലിന് തുറക്കുന്നതിന് 3 ഡോറുണ്ട്. ബാങ്കുകളിലൊക്കെ സേഫ് ലോക്കർ ഉണ്ട്. ഏറ്റവും നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്ന ഗോൾഡ് ഏത് ബാങ്കുകാരും സൂക്ഷിച്ചു വെക്കുവാൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്ക് ഒരു വാതിലല്ല, 3 വാതിലുകൾ ഏറ്റവും കുറവുണ്ടായിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ബാങ്കിന്റെ മാനേജർ പാതിരാത്രിയിൽ വന്ന് ബാങ്ക് അടച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ തുറന്ന് ഈ ലോക്കറിന്റെ അകത്തുനിന്ന് ഈ പൊന്നെല്ലാം എടുത്തുകൊണ്ട്, വലിയൊരു ഡോക്യുമെന്റ് എല്ലാം എടുത്തുകൊണ്ട് പോയാൽ അയാൾ മുങ്ങി വേറൊരു സ്ഥലത്ത് പോയാൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് താക്കോല് ഏൽപ്പിച്ചത്. 3 ഡോറുണ്ട്. ആ 3 ഡോറിന്റെ 1ാമത്തെ താക്കോൽ മാനേജറുടെ കയ്യിലാണ്. 1ാമത്തെ താക്കോൽ മാനേജർ തുറക്കുമ്പോൾ അവിടുത്തെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ട്രഷറർ, അവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ ബാങ്കിൻ്റെതായ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ 2ാം താക്കോല്. 1ാം താക്കോല് തുറന്നു നിൽക്കുമ്പോൾ 2ാമത്തെ ആൾ 2ാമത്തെ താക്കോല് തുറക്കും. അപ്പോൾ 3ാമത്തെ ഡോറ് കാണും. 3ാമത്തെ ഡോറിനും പൂട്ടുണ്ട്. 3ാമത്തെ ഡോറ് ഉടനെ 1ാമത്തെ മാനേജർ തുറക്കും. അതിൻ്റെ അർത്ഥം എന്നാ? ആമേൻ. ഇവർ 2 പേരും കൂടെ ഒത്തെങ്കിലേ 3 പൂട്ടുകൾ തുറക്കാനൊക്കെ, കള്ളത്തരം കാണിക്കാനൊക്കത്തുള്ളൂ. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയും. ഇതുപോലെ അനുഗ്രഹത്തിന്റെ പൂട്ടുകൾ തുറക്കുവാൻ ഒരു യൂണിറ്റ് വേണം. കൂടെയുള്ള ആളുകളുമായി 2 പേർ ഐക്യമെത്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ പാലയ്ക്ക വിരിഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് തരണേന്ന് പ്രാർത്ഥിച്ചാൽ വെറുതെ തൊണ്ട വരളത്തേ ഉള്ളൂ, സമയം വേസ്റ്റ് ആകത്തേ ഉള്ളൂ. ഒരു യൂണിറ്റി പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി ആളുകളുമായിട്ട് പാപത്തിൽ ക്ഷമിക്കാൻ ഉള്ള മനഃപൂർവ്വമായി വിട്ടുകളയുക, ക്ഷമിക്കുക, അവരുമായിട്ട് താതാൽപ്പെടുക, മനസ്സുകൊണ്ട് നിരപ്പ് പ്രാപിക്കുക എന്നാണ്. അപ്പോൾ 3 താക്കോലുകൾ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ എഴുതിയിട്ടുണ്ട്. 1 യാചിക്കുക, 2ാമത്തെ താക്കോൽ അന്വേഷിക്കുക, 3ാമത്തെ താക്കോൽ മുട്ടുക. ആ 3 ഇംഗ്ലീഷ് പദങ്ങൾ ഇങ്ങനെയാണ്. യാചിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആസ്ക്. അന്വേഷിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സീക്ക്, SEEK, സീക്ക്. മുട്ടുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നോക്ക്. അപ്പോൾ ഏതാണ് താക്കോലുകൾ? അനുഗ്രഹത്തിന്റെ പൂട്ടുകൾ തുറക്കുന്നതിന് യേശു കർത്താവ് നേരിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് മക്കൾ കൊടുത്ത 3 പൂട്ടുകൾ. 1 യാചിക്കുക, ആസ്ക്. 2 യാചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വിട്ടുകളയല്ലേ, അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടും കിട്ടിയില്ലേ നിർത്തരുത്. പിന്നെന്ത് ചെയ്യണം? അന്വേഷിച്ച് കിട്ടിയില്ലേലും മുട്ടിക്കൊണ്ടേയിരിക്കണം. അതാണ് ആസ്ക്, സീക്ക്, നോക്ക്. ഈ 3 ഇംഗ്ലീഷ് പദങ്ങളുടെ ആദ്യത്തെ അക്ഷരം നമുക്ക് എടുക്കാം. ആസ്കിന്റെ ആദ്യത്തെ അക്ഷരം എ, സീക്കിന്റെ ആദ്യത്തെ അക്ഷരം എസ്, നോക്കിന്റെ അക്ഷരം കെ. 3 കൂടെ കൂട്ടി വായിച്ചാൽ എന്തോ കിട്ടും? ആസ്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാ ഞാൻ പറഞ്ഞത്, വിജയകരമായ പ്രാർത്ഥനയുടെ പൂട്ട് തുറക്കാനുള്ള രഹസ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആമേൻ. ഈ ആസ്ക് എന്ന് പറഞ്ഞാൽ 3 കൂടെ ഉൾപ്പെട്ടതായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. യേശു പറഞ്ഞതായിരിക്കുന്ന ആ ഉപമ ഉണ്ടായിരിക്കട്ടെ. ഉപമ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു പറഞ്ഞതായ ഉപമ അവിടേക്ക് വന്ന് പെട്ടെന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവനോരോട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? എത്ര സ്നേഹിതന്മാരാ? 3 ഫ്രണ്ട്സ്. എവിടെ വന്നവരാ? അർദ്ധരാത്രി. നമുക്കിതിന് ടോപ്പിക്ക് കൊടുക്കാം. ആമേൻ. 3 ഫ്രണ്ട്സ്. 3 പേര് സ്നേഹിതരാ. വന്ന ആള് സ്നേഹിതനാണ്. ദൂരയാത്ര ചെയ്ത് ക്ഷീണിച്ച് വളരെ അർദ്ധരാത്രി ആയപ്പോൾ വന്നത് എവിടാ? സ്നേഹിതന്റെ വീട്ടിലാണ്. അവിടെ ചെന്നാൽ എനിക്ക് കുറഞ്ഞ പക്ഷം കിടക്കാൻ ഒരു ബെഡ് കിട്ടും. യഹൂദന്റെ മര്യാദ അനുസരിച്ച്
ഭക്ഷണം കഴിക്കാതെ വന്ന ആളിനെ അത്താഴം കൊടുക്കാതെ വിടത്തില്ല. അത്താഴമില്ലെങ്കിൽ ഉണ്ടാക്കും, ഉണ്ടാക്കാനുള്ള സ്റ്റാഫ് ഇല്ലെങ്കിൽ ഉള്ളിടത്ത് പോയി പാതിരാത്രി ആണെങ്കിലും വാങ്ങിക്കും. ഈ രണ്ടാമത്തെ സ്നേഹിതൻ ബേക്കറി തുറപ്പിച്ചു. ബേക്കറിയിൽ അപ്പം ഉണ്ടാക്കുന്ന ആള് 24 മണിക്കൂറും ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു വീടാ മൂന്നാമത്തെ വീട്. ഒന്നാമത്തെ ആള് യാത്രക്കാരനായി വന്നു. രണ്ടാമത്തെ ആളിന്റെ വീട്ടിലാണ് വന്ന്. രണ്ടാമത്തെ ആള് വന്ന സ്നേഹിതനോട് പറഞ്ഞു, വെയിറ്റ്, അല്പം ഒന്നിരിക്കണം, ഞാൻ ഇപ്പം വരാം. കാര്യം പറഞ്ഞില്ല. അറിയാമല്ലോ, വിരുന്നുകാർ വരുമ്പോൾ പഴം വാങ്ങിക്കാനും അതുപോലെ ബേക്കറിയിൽ നിന്ന് പപ്സ് വാങ്ങിക്കാനും അവരറിയാതെ പുറത്ത് വാതിൽ കൂടെ ഓടി അടുത്ത് പോയി സൈക്കിളിലോ ബൈക്കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അപ്പം വന്ന ആൾ അറിയാതാണ് ഇയാൾ പോകുന്നത്. അറിഞ്ഞാൽ അയാൾ പറയും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യുന്നറിയാമോ, നീ സ്നേഹിതനോട് പറഞ്ഞു ഇരിക്കാൻ ഇപ്പം വരാം. എങ്ങോട്ടാ പോയത്? മൂന്നാമത്തെ. അപ്പോൾ ഇവർ മൂന്നും സ്നേഹിതനാണ്. അർദ്ധരാത്രിയ സംഭവം നടക്കുന്നത്. ഇതിനകത്തൊരു മർമ്മമുണ്ട്. എന്താണ്? നമ്മൾക്ക് സാധാരണ കിട്ടുന്ന സമയങ്ങളെക്കാൾ ഉറക്കളച്ച് ഉറങ്ങേണ്ടുന്ന സമയത്തെ മാറ്റിവെച്ച് അർദ്ധരാത്രിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. അർദ്ധരാത്രി പ്രാർത്ഥനകൾക്കുള്ള അനുഗ്രഹം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദങ്ങൾ, റേപ്പ്, കൊള്ള, ആമേൻ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പൈശാചിക ശക്തികൾ ഇറങ്ങി നടക്കുന്ന ആ അർദ്ധരാത്രി സമയങ്ങളിൽ ഉറക്കളച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. അതിനൊക്കെ ഒത്തിരി വാക്യങ്ങളുണ്ട്, എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്നേഹിതൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സ്നേഹിതന്റെ അടുക്കൽ വന്നു. രണ്ടാമത്തെ സ്നേഹിതൻ മൂന്നാമത്തെ സ്നേഹിതന്റെ അടുക്കൽ ചെന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ പോകുന്നു. മൂന്നാമത്തെ ആളിന്റെ അടുക്കൽ ചെല്ലുന്നു. ചെന്നിട്ട് മുട്ടുന്നു. അത് അർദ്ധരാത്രി കഴിഞ്ഞു. അവിടെ അപ്പമുണ്ട്. സ്നേഹിതനാ, അപ്പം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാ. അവിടെ എപ്പോഴും അപ്പമുണ്ട്. അപ്പമില്ലാത്തൊരു സ്ഥലമല്ലത്. എപ്പോഴും അപ്പമുള്ള സ്ഥലത്താണ് അവൻ ചെല്ലുന്നത്. അതേത് സ്ഥലമാ? നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒന്നിനും ഹീസ് മോർ ദാൻ ഇനഫ് എന്ന് പാടിയല്ലോ. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കർത്താവ് ചെറുതല്ല. ഹീ ഈസ് മോർ ദാൻ ഇനഫ്. എത്ര അവിടെ നിന്ന് തന്നാലും അവിടുത്തെ അനുഗ്രഹത്തിന് കുറവ് വരുത്തില്ല. മഹാസമുദ്രത്തിൽ ചെന്ന് നിങ്ങളൊരു പാത്രം കൊണ്ട് വെള്ളം കോരിയാൽ സമുദ്രത്തിൽ ഒട്ടും കുറയത്തില്ല. നിങ്ങളുടെ പാത്രം തീർന്നാലും കുറയത്തില്ല. കൊണ്ടുചെല്ലുന്ന പാത്രം ചെറുതാണെങ്കിൽ ആ പാത്രം നിറച്ചു പോരാ. എത്ര വലുതാണെങ്കിലും സമുദ്രം നിങ്ങളോട് പറയുകയില്ല, സോറി ഇനിയും വെള്ളമില്ല, ഒത്തിരി പേരിനും വെള്ളം കോരാൻ വരുന്നുണ്ട്. അല്ല, നിങ്ങൾ കോരും തോറും നിങ്ങളുടെ പാത്രങ്ങൾ, വിശ്വാസത്തിന്റെ പാത്രത്തെ വികസിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രം എത്ര വലുതായിരുന്നാലും നിങ്ങളുടെ വിശ്വാസത്തിന്റെ വലിപ്പം അനുസരിച്ച് പാത്രത്തെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇവിടേക്ക് വരട്ടെ. അവിടേക്ക് ഒന്ന് മുട്ടുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എക്സ്ക്യൂസ്, തടസ്സങ്ങളുണ്ട്. ഒഴിവൊഴിവ് എത്ര? 4 ഒഴിവുകൾ. എന്തൊക്കെ ഒഴിവൊഴിവ്? 8-ാം വാക്യത്തിലുണ്ട്. 7-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. 1, എന്നെ എന്ത് ചെയ്യരുത്? പ്രയാസപ്പെടും. അപ്പൊ മുട്ടുന്ന ആര് കേട്ടു? സ്നേഹിതൻ കേട്ടു. ശബ്ദം കൊണ്ട് ആരാണെന്ന് മനസ്സിലായി. അല്ലെ ചോദിച്ചോണം ആരാ? അപ്പോൾ പറഞ്ഞു ഒറാച്ചനാ, ചാക്കോച്ചനാ, തൊട്ട് അപ്പുറത്ത് താമസിക്കുന്നത്. അപ്പൊ ശബ്ദം കൊണ്ടും തൻ്റെ അർദ്ധരാത്രി ആരും അറിയാത്തവരൊന്നും കയറി വരത്തില്ല. കള്ളന്മാരാണെന്ന് പറഞ്ഞ് മറ്റു കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു, റെക്കഗ്നൈസ് ചെയ്തു ആളാരാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? തുറക്കുന്നില്ല. അപ്പോൾ മറുപടി കേട്ടുകഴിഞ്ഞ മറുപടി, അകത്തുനിന്ന് ഒരു മറുപടി, എന്നെ പ്രയാസപ്പെടുത്തരുത്, ഡു നോട്ട് ഡിസ്റ്റർബ് മീ. 1. 2, എന്താ? കഥ അടച്ചിരിക്കും. ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് കഥ അടച്ച് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? കഥ അടച്ചാൽ തുറക്കത്തില്ലേ? അടച്ചു കിടക്കുന്ന കഥകൾ തുറക്കും. ഒരിക്കലൊരു കഥ അടച്ചാൽ എന്നേക്കും ഒരു അടക്കിയല്ല. അതിൽ നിന്നൊരു വിടുതലുണ്ട്, അത് ഏറ്റെടുക്കണം. 2, കഥ കടച്ചു. 3-ാമത്തെ എക്സ്ക്യൂസ് എന്താ? 3-ാമത്തെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങൾ എൻ്റെ ഇവിടെ കിടക്കുന്നു.
മൂന്നാമത്തെ എക്സസൈസ് എന്താ? കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ കിടക്കുന്നു? ഈ മനുഷ്യന്റെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തി. കൊച്ചു കുഞ്ഞുങ്ങളെ രാത്രി ഉറക്കാൻ കിടത്തി കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റുന്ന ശബ്ദത്തിൽ പിള്ളേർ ഉണർന്നാൽ രാത്രി വെളുക്കോളും പിന്നെ കൊച്ചു ഉറങ്ങത്തുമില്ല, നമ്മൾ ഉറങ്ങത്തില്ല. ഡ്യൂട്ടിക്ക് പോകാനുള്ളവരാണെങ്കിൽ കഷ്ടമാണ്. ഒരുപക്ഷെ വൈഫ് നേഴ്സായിരിക്കും, ഡ്യൂട്ടിക്ക് പോയതായിരിക്കും, അച്ഛനെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോയ കൊച്ചിനെ ഉറക്കാൻ. അച്ഛനും രാവിലെ നേഴ്സ് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനും ഡ്യൂട്ടിക്ക് രാവിലെ പോകണം, കൊച്ചിനെ സ്കൂളിൽ ഒരുക്കി വിടണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിയാലേ പറ്റുള്ളൂ. കുഞ്ഞാണ് ഉണർന്നാൽ അത് വലിയൊരു പണിയാണ്, ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറങ്ങത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മൂന്നാമത്തെ എക്സസൈസ്, കുഞ്ഞുങ്ങൾ കിടക്കുന്നു. 4, എനിക്ക് എഴുന്നേക്കാൻ മടിയാ. എഴുന്നേക്കാൻ എനിക്ക് മടിയാ. 1, എന്താ? ഡു നോട്ട് ഡിസ്റ്റർബ്, എന്നെ പ്രയാസപ്പെടുത്തരുത്. 2, ഡോർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ വാദം, കൊച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടന്നുറങ്ങുക. 4-മത്തെ കാര്യം, ഇന്ന് എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതിനകത്തെ കഥ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പലസ്തീൻ നാട്ടിലെ അതിഭയങ്കരമായ തണുപ്പിന്റെ സമയത്ത്, നിങ്ങൾക്കറിയാം, വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ സൗദി ആയിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ കാനഡയിൽ -5 -40 വരെ ഇവിടെ വരും. അപ്പോൾ 2 ലെയർ കയ്യലും ഇതെല്ലാം ഇട്ട് ആണ് സാധാരണയായിട്ട് പോകുന്നത്. യോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോകുന്നതായിരിക്കുന്ന ആ സമയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അവിടെ വരും. അങ്ങനെ വരുമ്പോൾ കതവ് തുറക്കുന്ന സമയത്ത് സൂചി കൊണ്ട് കുത്തുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ മുഴുവനും എന്തുണ്ടാകും? ഒത്തിരി വേദനകളും പ്രയാസങ്ങളും. അതുകൊണ്ടാണ് കഥ അടച്ചിരിക്കുന്നു പറഞ്ഞു. അന്ന് പറഞ്ഞു, അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്, എന്ന് പറഞ്ഞാലും 2 കാരണങ്ങളല്ല ഇവിടെ തുറക്കുന്നത്. എന്തൊക്കെയാ? ഒന്ന് വായിക്കുമോ? എന്താ 2 കാരണങ്ങൾ തുറക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കയില്ലെങ്കിലും പറഞ്ഞാട്ടെ. അവൻ സ്നേഹിതൻ എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശു ഇത് പറഞ്ഞത് അതിനർത്ഥം എന്നാ? കഥ വായിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ മുഴുവനും തടസ്സങ്ങളേ ഉള്ളൂ. ഉടൻ മറുപടി കിട്ടുകയില്ല. പ്രാർത്ഥിക്കുക, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം വരണം. ചില പ്രാർത്ഥനകൾ ഉടനെ മറുപടി കിട്ടാത്തതാ. എന്നാൽ വളരെ ചുരുക്കം പ്രാർത്ഥനകളും മറുപടി കിട്ടാത്തതുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോസ്തലർ 12-ാം അധ്യായത്തിൽ സഭ പ്രാർത്ഥിച്ചു. യാക്കോബിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിനെ കൊല്ലാൻ പിടിച്ചിരിക്കുക. ഹേരോദ് അഗ്രിപ്പ എന്ന് പറയുന്ന 1-ാമത്തെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ കൊന്ന ആ മഹാരാജാവിന്റെ മകനായത്. 12-ാം അധ്യായത്തിലെ ഹേരോദ് അഗ്രിപ്പ 1-ാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ അഗ്രിപ്പ. പിന്നെ അപ്പോസ്തലർ 24-ാം അധ്യായത്തിൽ വരുമ്പോൾ അഗ്രിപ്പ രാജാവേ, ഞാൻ ദൈവീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല എന്ന് പറഞ്ഞ അഗ്രിപ്പ അദ്ദേഹത്തിന്റെ മകനാണ്. അടുത്ത തലമുറ അഗ്രിപ്പ 2-ാമനാ. അപ്പോൾ ഹേരോദാവിന്റെ കാലഘട്ടത്തിൽ യാക്കോബിനെ പിടിച്ചു കൊല്ലാൻ. യെരുശലേം സഭ മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വിടുതൽ കിട്ടിയോ? ഇല്ല, വിടുതൽ കിട്ടിയില്ല. കാര്യം എന്താണ്? അവനെക്കുറിച്ചുള്ള ഒരു ദൈവഹിതം ഉണ്ടായിരുന്നു. നമ്മൾ ജനിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മളെക്കുറിച്ച് ഒരു ദൈവഹിതമുണ്ട്. യോഹന്നാൻ സ്നാപകന് തല അറുത്തു. കുറേ നാൾ ജീവിച്ചിരുന്നെങ്കിൽ പ്രസംഗിക്കാമായിരുന്നല്ലോ, വിടുവിക്കാൻ ഞാൻ. കർത്താവിൻ്റെ ശുശ്രൂഷ അത്രയുമാണ് തീരുമാനിച്ചിരുന്നത്. പൗലോസ് 36 വർഷം കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. നീറോ ചക്രവർത്തിയുടെ വാളുകൊണ്ട് എന്ത് ചെയ്തു? റോമൻ കാരാഗ്രഹത്തിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ടു. കുറച്ചുകൂടി ജീവിച്ചിരുന്നാൽ ദൈവത്തിനും സഭയ്ക്കും പ്രയോജനമായിരുന്നു. പക്ഷേ തൻ്റെ ശുശ്രൂഷ തീർന്നു. നമ്മുടെ ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ അതോടുകൂടെ മരണത്തോട് വിടുതൽ എന്ന് പറയുന്നത് ശരീരത്തിൽ ഈ ലോകത്തിലുള്ള വിടുതലല്ല, വേദനയിൽ നിന്നോ ക്യാൻസറിൽ നിന്നോ കഷ്ടത്തിൽ നിന്നോ ഇവിടെ നിന്നൊരു വിടുതൽ കൊടുത്ത് അങ്ങോട്ട് വിടുക. ട്രാൻസ്ഫർ വിത്ത് എ പ്രൊമോഷൻ. മരണം എന്ന് പറയുന്നത് എന്താണ്? എ ട്രാൻസ്ഫർ വിത്ത് എ പ്രൊമോഷൻ. എന്താണ്? ഒരു പ്രൊമോഷനോടുകൂടിയ സ്ഥാനക്കയറ്റമാണ് ദൈവമക്കളുടെ ട്രാൻസ്ഫർ. അതുകൊണ്ട് ഞാനിവിടെ വരട്ടെ, യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചു, മറുപടിയില്ല. എന്നാൽ പിന്നെ പത്രോസിനെ പിടിച്ചപ്പോൾ പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? വിടുതലുണ്ടായി. ഒരാളിന് വിടുതൽ കൊടുത്തില്ല, ദൈവത്തിന് ഫേവറിസം ഒന്നുമില്ല. ഒരാളിന് വിടുതൽ കൊടുത്തു.
അപ്പോൾ ദൈവഹിതം ചിലത് ചുരുക്കമായിട്ടുണ്ട്. ദൈവഹിതം എന്തായിരുന്നാലും കർത്താവ് നമ്മളോട് പറയുന്നത് തടസ്സങ്ങളുണ്ടെന്ന് വരികിലും തുറന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം തന്റെ ഹിതം ദൈവം നിർത്തിക്കട്ടെ. ദൈവഹിതം അങ്ങനെ അല്ല എന്നും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യേണ്ട പ്രാർത്ഥന. ദൈവഹിതമൊന്നും നമ്മൾ തലയിൽ വഹിക്കേണ്ട കാര്യമില്ല. അത് ദൈവഹിതം ദൈവം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുവാനും നിർത്തരുതെന്നും, അതുമാത്രമല്ല വിധവയുടെ ഉപമ എന്തിനാ യേശു പറഞ്ഞത്? പ്രാർത്ഥനയെ മടുപ്പ് തോന്നരുത്. ആ ഭാഗം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ പര്യവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ക്ലോസിങ്ങിലേക്ക് വരട്ടെ. എന്ത് ചെയ്തു? അവിടെ അവൻ സ്നേഹിതനാകൊണ്ട് 1. 2, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം പ്രേ അൺടിൽ സംതിങ് ഹാപ്പൻ. മറക്കരുത് ആ പദം, പ്രേ അൺടിൽ സംതിങ് ഹാപ്പൻ. 4 ആ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം എടുക്കുക. പ്രേ പി, അൺടിൽ യു, സംതിങ് യെസ്, ഹാപ്പൻ യെസ്. കൂട്ടി വായിച്ചേ, പുഷ്. മുമ്പേ ഞാൻ താക്കോൽ പറഞ്ഞു ആസ്ക്. ഇവിടെ മറ്റൊരു താക്കോലാണ് പുഷ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് കിട്ടുവോളം ലജ്ജ കൂടാതെ മുടക്കി. എന്നിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ ദൂതുകൾ അവസാനിപ്പിക്കാൻ സമയമാണെന്ന് എനിക്കറിയാം. മടുക്കരുത്. ലൂക്കോസ് 18 അത് നിങ്ങൾ പിന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു വിധവ, ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരും സഹായിക്കാനില്ല. അവിടെ ഒരു വിഷയമായിട്ട് എന്ത് ചെയ്തിരിക്കും? കോടതി ചെന്നു, ഒരു ഹർജി കൊടുത്തു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. പാവപ്പെട്ടവളാ, കൈക്കൂലി ഒന്നുമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല. പക്ഷേ കോടതി തുറക്കുമ്പോൾ രാവിലെ തുറക്കുന്ന സമയത്ത് വിധവ വരും. എൻ്റെ അപേക്ഷ എന്തായി? അവിടെ ഇരിക്കും. കോടതി അടച്ചിട്ടേ പോകത്തുള്ളൂ. പല ദിവസമായി. അവിടുത്തെ ജോലിക്കാരെല്ലാം പറഞ്ഞു ഈ സ്ത്രീയെ കൊണ്ട് മടുത്തു. കൊടുക്കാനുള്ള ഒരു കാര്യം കൊണ്ടല്ല, ഇവൾ പതിവായിട്ട് അസഹ്യപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവസാനം തീരുമാനം എന്തായിരുന്നാലും ഒപ്പിട്ടം കൊടുത്തേക്കാം. അവിടെ കാര്യം സാധിച്ചു. അനീതിയുള്ള ഒരു കാര്യവിചാരകൻ ജഡ്ജി വിധവയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തെങ്കിൽ ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി യേശു പറഞ്ഞു. പ്രിയമുള്ളവര്, ലൂക്കോസ് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം, യാചിച്ചു കൊണ്ടിരിക്കണം, ചോദിച്ചു കൊണ്ടിരിക്കണം. ചോദിച്ചത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. എന്താണ് ചോദിച്ചത്? 3 അപ്പമാണ്. എത്ര ചോദിച്ചത്? 3 അപ്പമാണ്. എങ്ങനെയാ ചോദിച്ചത്? വായ്പ, ബോറോ. ലെൻഡ് മീ 3 loaves. കടം തരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിലൊക്കെ അങ്ങനെ അയൽവക്കത്തു നിന്നൊക്കെ വായ്പ വാങ്ങിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്. ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ പോയി ചോദിക്കും, തരും. ഇപ്പൊ കാലം മുമ്പോട്ട് നോക്കിയപ്പോൾ മനുഷ്യർക്ക് ആക്ഷേപമാണ്. അയൽവക്ക നെയ്ബർഹുഡ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഗേറ്റ് ഇട്ട് വലിയ വൻമതിൽ സൃഷ്ടിച്ച് അകത്തൊരായ പുറത്തൊരു നായ. അകത്തൊരായ കാണും, ഒരു മെയ്ഡ്, പുറത്തൊരു പട്ടിയും കാണും. ഭയങ്കരമായ ഗേറ്റുമായിരിക്കും. പത്രക്കാരൻ വരെ ആ പെട്ടിക്കകത്ത് എഴുത്തുമെല്ലാം ഇട്ടച്ച് പോകും. നെയ്ബർഹുഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ചത്താ പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആയിത്തീർന്നു അയൽബന്ധങ്ങളൊക്കെ. അയൽബന്ധങ്ങൾ അന്യം നിന്ന് പോയ കാലഘട്ടത്തിലാണ്. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇവിടെ കാണാൻ കഴിയുന്നത് 3 അപ്പം വായ്പ തരണം. പക്ഷേ അവന് കൊടുത്തത് എത്ര? 3 അല്ല. വേണ്ടുന്നിടത്തോളം കിട്ടുമെങ്കിൽ തിരിച്ചു തരണേ എന്ന് പറഞ്ഞില്ല. ഒരു 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 ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇവിടെ പറഞ്ഞ് നിർത്താം. അതായത് 4 എക്സ്ക്യൂസ് പറഞ്ഞിട്ടും അകത്തുനിന്ന് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞില്ല, എടോ ഇവിടെ അപ്പമില്ല. പറഞ്ഞില്ല. കഥ അടച്ചെന്നേ പറഞ്ഞുള്ളൂ. പിള്ളേർ കൂടെ കിടക്കുന്നേ പറഞ്ഞുള്ളൂ. തുറക്കാൻ എനിക്ക് മടിയാണെന്നേ പറഞ്ഞുള്ളൂ. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ പറഞ്ഞുള്ളൂ. അപ്പമില്ലെന്ന് പറഞ്ഞില്ല കേട്ടോ. അവിടെ അപ്പമുണ്ട്. ദൈവസന്നിധി 24 മണിക്കൂറും ചൂടപ്പം വയ്ക്കുന്നതായ ഒരു കടയാണ്. ആ ദൈവസന്നിധി ഏത് സന്ദർഭത്തിലും നമുക്ക് അടുത്ത് വരാം. വിജയകരമായ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളിൽ മടുക്കാതെ മുട്ടിപ്പായി എപ്പോഴും സദാകാലവും പ്രാർത്ഥിച്ച് ദൈവസന്നിധി പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമ്മളെ ഇന്ന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഈ ദൂതുകൾ ഫലപ്രദമായി പ്രായോഗികമായി
നമുക്ക് ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.